സോ കുറേ നാളായിട്ട് നമ്മുടെ പേജിൽ എന്താണ് സ്പെഷ്യൽ 40 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻകം ടാക്സ്, GST, TDS, അക്കൗണ്ടിങ്, മലപ്പുറം കത്തി, അമ്പും വില്ലും, അങ്ങനെ പല കാര്യങ്ങളും കേട്ട് വന്നിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് എല്ലാ കോഴ്സിനും കിട്ടുന്ന ഒരു ടോപ്പിക് അല്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ബട്ട് വാട്ട് ഈസ് റിയലി സ്പെഷ്യൽ അബൌട്ട് സ്പെഷ്യൽ 40? ലെറ്റ് മീ ഷോ യു. Here at Special 40, we begin with understanding what business is all about, which is our level 1. ഒരു ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ there are external and internal factors. ബിസിനസ്സിന് ചുറ്റുമുള്ള environment and its people, which includes suppliers, contractors, customers and banks etc. and its internal departments, which may include sales, purchase, inventory, accounts and finance and HR. ഇതിൽ നിങ്ങൾ ചെയ്യുന്നത് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് മാത്രമാണെങ്കിലും ഈ വരുന്ന ബാക്കിയുള്ള ബിസിനസ് എലിമെന്റ്സ് എല്ലാം കൂടിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. So once you get to know how business works and what is involved in business, we take you to level 2, practical aspects of accounting. ചെറിയൊരു തിയറി ബ്രഷപ്പ് ആൻഡ് ദെൻ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓൺ യുവർ അലോട്ടഡ് സിസ്റ്റംസ്. റിയൽ ലൈഫ് ക്ലയൻസിന്റെ ഇൻവോയ്സസ് ആൻഡ് പർച്ചേസ് ഓർഡേഴ്സ് എല്ലാം നിങ്ങൾ സ്വന്തമായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കലാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ. ഇതിൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ തലയിൽ കയറിയതിനു ശേഷം മാത്രമാണ് നമ്മൾ GST ആൻഡ് TDS ഇമ്പാക്ട് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് യു ഗെറ്റ് എ കംപ്ലീറ്റ് പിക്ചർ. കാര്യം ഈ GST TDS എല്ലാം നമ്മൾ കോളേജിൽ കേട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്ന് പ്രാക്ടിക്കലി മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്പെഷ്യൽ 40ൽ നമുക്കതെല്ലാം സെറ്റാക്കി എടുക്കാം. ഇത് മാത്രം പോരാ, നമുക്കൊരു ഫുൾ ഫിനാൻസ് ഏരിയ കവർ ചെയ്യാൻ, വിച്ച് ബ്രിങ്സ് us ടു ലെവൽ 3. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന GST ആൻഡ് TDSന്റെ റിട്ടേൺസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ലെവൽ. സോ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് GSTR 1, 2B റിക്കൺസിലിയേഷൻ, 3B എല്ലാം പ്രാക്ടിക്കലി ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ TDS പേയ്മെന്റ്സ് ആൻഡ് TDS റിട്ടേൺസ് എങ്ങനെയാണ് നമ്മൾ പോർട്ടലിൽ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ലെവലിൽ പഠിക്കുന്നത്. നോർമലി നിങ്ങൾക്ക് GST റിട്ടേൺ സൈറ്റിൽ കയറി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനൊരു GST രജിസ്ട്രേഷൻ വേണ്ടി വരും. സോ ഇവിടെ വി ആർ യൂസിങ് എ ടൂൾ കോൾ എനർജി വിദ്യ ടൂളിൽ നമുക്ക് GST സൈറ്റിൽ എന്താണോ ലേഔട്ട് അതിന്റെ സെയിം ലേഔട്ടിലാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ലോഗിൻ വി ആർ പ്രൊവൈഡിങ് യു ഫോർ 6 months. സോ ക്ലാസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഓൾവേസ് കീപ് പ്രാക്ടീസിങ്. ഇനി ഏതൊരു ഓഫീസ് ആയിക്കോട്ടെ, അവിടെ എന്തിനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എക്സൽ. നമുക്ക് ഫിനാൻഷ്യൽസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ ആൻഡ് ഈ പറഞ്ഞ GST റിട്ടേൺസിന്റെ വർക്കിംഗ്സ് എല്ലാം ചെയ്യാൻ നമുക്ക് എക്സലിലെ കുറച്ച് ടൂൾസ്, ഫോർമുലാസ് ആൻഡ് ടെക്നീക്സ് ഉണ്ട്. അതെല്ലാം നിങ്ങളിവിടെ പ്രാക്ടിക്കലി ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചെടുത്താലും ഒരു ജോലി കിട്ടാനും അവിടുത്തെ ഗ്രോത്തിനും ആവശ്യമായ മറ്റ് ചില ആസ്പെക്ട്സ് കൂടിയുണ്ട്. മെയിൻലി കമ്മ്യൂണിക്കേഷൻ. സപ്പോസ് നിങ്ങളൊരു ഓഫീസിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, നിങ്ങളുടെ ബാങ്ക്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. സോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് സ്പെഷ്യൽ 40ൽ ബിസിനസ് ഇംഗ്ലീഷ്, ഓഫീസ് എത്തിക്കറ്റ്സ്, ഇമെയിൽ എത്തിക്കറ്റ്സ്, HR ട്രെയിനിങ് സെഷൻസ്, HR മോക്ക് ഇന്റർവ്യൂസ് എല്ലാം ഇതിനുള്ളിൽ ഇൻക്ലൂഡഡ് ആണ്.